ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതേ മൂച്ചൊക്കെ ആകെ പുതിയ ഇലകൾ തളിർത്ത് വന്നതുകൊണ്ട് മുറ്റാകെ പരന്ന് കിടക്കണം. അപ്പം ഒത്തിരി പണികളുണ്ട്. മുറ്റത്താണെന്നുണ്ടെങ്കിൽ തേങ്ങ ഇട്ടിട്ട് ഒരുപാട് തേങ്ങ അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുറ്റത്ത് കട്ട പതിക്കുന്ന ആൾക്കാർ വരുമ്പോഴേക്കിന് ഈ തേങ്ങ ഫുള്ള് ഇവിടുന്ന് മാറ്റും വേണം. മുറ്റാണെങ്കിലോ മൂച്ചി പൂക്കണ സമയമായതുകൊണ്ട് ആകെ പുതിയ തൂമ്പ് വന്നിട്ടുണ്ട്. മുറ്റാകെ ഇരപ്പായി കിടക്കുക. രാവിലത്തെ പണി ഇതൊക്കെ തന്നെ കേട്ടോ. ഈ തേങ്ങ ഫുള്ള് പൊളിപ്പിച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണാക്കി കൊണ്ടുവരണം കേട്ടോ. ആട്ടിത്തരുന്ന മില്ലുണ്ടല്ലോ, അവിടെ കൊടുത്തിട്ട് അവനെ ഉണക്കി ആട്ടിച്ച് തരും. മുറ്റടിക്കലൊക്കെ പെട്ടെന്ന് അങ്ങ് തീർത്തു കേട്ടോ. മുറ്റടി കഴിഞ്ഞേക്കിന് തന്നെ വേഗം പോയിട്ട് ചായയൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ മലപ്പുറക്കാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ദോശ കേട്ടോ. എന്തെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ ഒരു മടിയോ ഒക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ദോശ കുറച്ച് മാവെടുക്കുക, ഉപ്പിടുക, വെള്ളം വരെ കലക്കുക, അങ്ങ് തൂവുക. ഇതാണ് ഞങ്ങളെ പരിപാടി. എൻ്റെ പെണ്ണറിനോട്, എൻ്റെ പൊന്നൂസിനോട് അറിയും, ഈ ദോശക്കല്ല് ഇവിടുന്ന് എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിടണം എന്ന് പറയും. കാരണം ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ഉണ്ടാക്കും. എല്ലാ കടിയും ഉണ്ടാക്കും, പക്ഷെ എന്നാലും എന്നും ഇതിനാകുമ്പോൾ മക്കൾക്കൊരു മടുപ്പാണ്. അപ്പം ഇന്ന് ദോശനെ ഉണ്ടാക്കിട്ടോ. കുറച്ച് പണികൾ തേങ്ങ പൊളിക്കാനും അത് കൊണ്ട് വെളിച്ചെണ്ണ ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാനൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് രാവിലെ തന്നെ ദോശ ആക്കി. നമ്മൾ 2 കോഴിക്കട വെക്കണം കേട്ടോ. ഇവർക്ക് രണ്ടാക്കണം നാളെ വെച്ചിട്ടുള്ളത്. ആഴ്ചയിൽ ഒരിക്കലുള്ള കലാപരിപാടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസം ശനി ഞായറും ഞങ്ങൾക്ക് ഇതാണ് പരിപാടി കേട്ടോ. വൃത്തിയാക്കി കൂടെ വേണ്ടാത്തൊക്കെ ഒഴിവാക്കി കളട്ടോ. വേണ്ടാത്ത പേപ്പറുകളും കുറേ മദ്രസിലും സ്കൂളിലൊക്കെ പേപ്പറുകളുണ്ടാവും. ഇതേ ഫാനിന്മേലൊക്കെയുള്ള പൊടികൾ ഈ ദിവസം ഇവരെ ഒഴിവിന് കിട്ടുള്ളൂ. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ മൊത്തത്തിൽ വൃത്തിയാക്കും കേട്ടോ. പിന്നെ തേങ്ങ പൊളിച്ചതുണ്ടായിരുന്നു രാവിലെ, അത് ഫുള്ള് മില്ല് കൊടുന്ന് ആട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തു. അതിന് 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് അവരെന്നെ ഉണക്കി ആട്ടി വെളിച്ചെണ്ണാക്കി നമുക്ക് തരാൻ കേട്ടോ. ഇന്നത്തെ കൂട്ടാൻ വെപ്പിൻ്റെ പരിപാടിക്ക് കിടന്നു കേട്ടോ. ചേമ്പ് കളച്ചിട്ട് ചെറിയ ചേമ്പിൻ്റെ തണ്ടും പൂളയും കൂടെ ഇട്ടിട്ട് കൂട്ടാൻ വെക്കണം കേട്ടോ. പൂള എന്ന് പറയുന്നത് കപ്പയൊക്കെയാണ്, ഞങ്ങളിവിടെ പൂള എന്നാണ് പറയുക. അപ്പോൾ ഇന്ന് അതെല്ലാവരും കൂടിയും കൊണ്ടുപോയിട്ടിട്ട് കൂട്ടാൻ വെക്കുക. സത്യം പറയാലോ, എനിക്ക് വോയിസ് പറയാൻ അറിയില്ല. വീഡിയോയിൽ ഏതിലും എന്തൊക്കെയോ ഓരോരുത്തർ പറയണ കേട്ടിട്ട് പഠിച്ചിട്ട് ഇങ്ങനെ പറയാമെന്ന് മാത്രം. എന്നാൽ വീഡിയോ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. സംസാരിക്കാനായിട്ട് അറിയില്ല. കുറേ തെറ്റുകുറ്റങ്ങളുണ്ടാവും കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നല്ല മഴയാണ് കേട്ടോ. അതുകൊണ്ട് മതിലൊന്നും നനയ്ക്കേണ്ടി വന്നില്ല. ഈ മതിൽ പണി തുടങ്ങിയ മുതൽ മഴയാണ്.